ഹായ് ഹലോ വെൽക്കം ടു ഫാലമി ജംഗ്ഷൻ. ഇന്ന് നമ്മൾ ചിക്കുൻ്റെ അന്നപ്രസാദത്തിനായിട്ട് വിരാറുള്ള മുത്തപ്പൻ അമ്പലത്തിലാണ് പോകുന്നത്. ചിക്കു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തു. നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെയാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ശ്രീജിത്തുണ്ട്, ശ്രീയുണ്ട്. ശ്രീജിത്താണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്. ശ്രീ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് പുറകിൽ എൻ്റെ അമ്മയുടെ നടുക്ക് ക്യാമറയും കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ ഗോഡ്ബന്ദർ റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വിരാറിലേക്ക് പോകാൻ വേണ്ടി ഗോഡ്ബന്ദർ റോഡിൽ കൂടെ നമ്മുടെ മെയിൻ ഹൈവേ മുംബൈ അഹമ്മദാബാദ് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ കൂടെ ആണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ താനേ ടു വിരാർ മുത്തപ്പൻ അമ്പലത്തിലേക്ക് ഒരു 42 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ടാവും. അങ്ങനെ നമ്മൾ മുംബൈ അഹമ്മദാബാദ് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലെത്തി. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. ട്രാഫിക് പ്രതീക്ഷയാണ് ഇറങ്ങിയത്. പക്ഷെ അങ്ങനെ വലിയ ട്രാഫിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ റോഡ് ഫുള്ള് വർക്ക് നടക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ട്രാഫിക്കിൽ പെട്ട് കിടന്നു പോകുന്നു. പക്ഷെ അങ്ങനെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ റോഡ് മൊത്തം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ സൈഡ് കാണാം ഫുള്ള് ഇത് ചെയ്ത് കഴിഞ്ഞു, കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുത്തപ്പൻ അമ്പലത്തിലെത്തി. ചിക്കു കണ്ടില്ലേ ഗൈസ്, മുഖത്തൊക്കെ കാര്യമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കുൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോവാണ്. ഇത് ചിക്കുവിൻ്റെ വിഷുക്കോടിയാണ്. അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത വിഷുക്കോടിയാണ്. ചിക്കുവിൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത വിഷുക്കോടിയാണ്. അങ്ങനെ ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് നല്ലപോലെ പൗഡറൊക്കെ ഇട്ട് റെഡിയായി. അങ്ങനെ ഞാനും ചിക്കുവും കൂടെ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അവർ നേരത്തെ പോയി റെസിപ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഞാനും ചിക്കും എക്സൈറ്റഡ് ടു ഹാവ് ദ ഫീസ്റ്റ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഇത് മുത്തപ്പൻ്റെ അമ്പലമാണ്. ചിക്കു എൻ്റെ കയ്യിലുണ്ടാകുന്ന അവളുടെ ഫേവറേറ്റ് ടവലൊക്കെ ഇങ്ങനെ വലിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ നടന്ന അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാണ് അമ്പലം. ഇതാണ് ഊട്ടൂര. ഇത് കാണുന്നതാണ് അമ്പലം. ഇവിടെ കുറേ മലയാളീസ്, മറാഠീസ്, ഗുജറാത്തീസ് അങ്ങനെ ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും ഇവിടെ വരാറുണ്ട്. ഇത് ഭയങ്കര നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു കേരളത്തിലെ ഫീലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുംബൈ വരികയാണെങ്കിൽ ഈ മുത്തപ്പൻ അമ്പലം അറ്റ്ലീസ്റ്റ് വൺസ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം. നമ്മൾ ചിക്കുവിനെ അന്നപ്രസാദത്തിനായിട്ട് റെഡിയാക്കുക, മുണ്ടൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കുകയാണ്. അപ്പോഴാണ് ചിക്കു അച്ഛനും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരും മുണ്ടെടുത്ത്, രണ്ടുപേർക്കും മുണ്ടെടുക്കാറില്ല. അതുകൊണ്ട് രണ്ടുപേരും അത് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ തിരുമേനി വിളിച്ചു അവൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അവളുടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അവളിങ്ങനെ നോക്കുക പുള്ളി എന്ത് ചെയ്യുകയാണ്, തിരുമേനി എന്താ ചെയ്യുന്നതെന്നുള്ളത്. മേത്തും അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. അവൾക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. എന്നിട്ട് അവൾക്ക് ചോറ് കൊടുക്കാൻ പറയണം. കാണണമായിരുന്നു ആ ചോറ് കൊടുത്ത സമയത്ത് ചിക്കുവിൻ്റെ ഒരു സന്തോഷം. ചിക്കു എല്ലാ ചോറും വാങ്ങിച്ച് കഴിച്ചു. സ്ത്രീ അവൾക്ക് ചോറ് കൊടുത്തു. അതിൻ്റെ പുറകെ ഞങ്ങളും എല്ലാവരും അവൾക്ക് ചോറ് കൊടുത്തു. അവളിങ്ങനെ എല്ലാവരും ചോറ് കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം ഇത്രയും നാൾ എന്താന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സാധനം വായി കിട്ടി. അപ്പോൾ പുള്ളിക്കാരത്തി എല്ലാം അങ്ങ് വായിലാക്കി. അവിടെ അന്നപ്രസാദം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വലിയവർക്കുള്ള പ്രസാദ ഊട്ടുണ്ട്. നമ്മളെല്ലാവരും അവിടെ പോയി ഫുഡ് കഴിച്ചു. അവിടെ ചോറ്, സാമ്പാർ, ഒരു പായസം, ഒരു മെഴുക്കുവരട്ടി, അച്ചാർ. ഇതാണ് ഇവിടുത്തെ. സിമ്പിളാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുത്തെ ഈ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ പേ ചെയ്തിട്ട് ഉള്ള പ്രാർത്ഥന വിളയാട്ടമുണ്ട്, അല്ലാതെ ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അപ്പം ആദ്യത്തെ പ്രാർത്ഥന വിളയാട്ടം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോക്കൺ എടുത്തേക്കണത്. അപ്പം നമ്മുടെ നമ്പറാകാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് തിരുമേനി വന്നിട്ട് പറഞ്ഞു ചോറൂണ് നടത്തിയതല്ലേ, അതുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് മുത്തപ്പനെ കണ്ടിട്ട് വെക്കണം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പോയി, നമ്മൾ കണ്ടു, സംസാരിച്ചു, ചിക്കുവിന് ആശീർവാദമൊക്കെ നൽകി. ചിക്കുവിന് കുറേ ബ്ലസ്സൊക്കെ ചെയ്തിട്ടാണ് വിട്ടത്. പിന്നെ ചിക്കുവിനെ മടിയിലിരുത്തി. അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അത്ര വലിയ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് മുത്തപ്പൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളവളുടെ അതൊക്കെ എടുത്തു. ഞങ്ങളും ഹാപ്പിയാണ്, ചിക്കും ഹാപ്പിയാണ്.
നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.